നമുക്കൊപ്പം BJP സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. നിവേദിത സുബ്രഹ്മണ്യൻ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം മാഡം. വെരി ഗുഡ് മോർണിംഗ്. Good morning. Okay. പ്രചരണത്തിൽ How is your Ashwamadam? Yeah, wonderful, great. Have you ever been here? ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല. അത് പരീക്ഷിച്ചിട്ടില്ല. ഡൽഹിയിൽ പോയാലേ അങ്ങ് ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പം കയറേണ്ടി വരും. അപ്പൊ പാർലമെന്റിൽ പോയാൽ ഹിമാലയത്തിൽ ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും ഒക്കെ പോകുമ്പോഴേ കുതിരപ്പുറത്ത് കയറാൻ പഠിക്കണം. കേദാർനാഥിലേക്ക് എന്തായാലും പോകണം. ചാർധാമിൽ പോവാന്നുള്ളത് ആഗ്രഹമാണ്. ചാർധാമിലേക്ക് പോകണം. അപ്പൊ എന്തായാലും കയറേണ്ടി വരും. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് BJP സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് BJP സ്ഥാനാർത്ഥിയുടെ കയ്യിൽ തൽക്കാലം നമുക്ക് മൈക്ക് കൊടുക്കാം. എപ്പോഴെങ്കിലും ജേർണലിസ്റ്റ് ആയിട്ടുണ്ടോ ലൈഫിൽ? അയ്യോ ഇല്ല. അപ്പോൾ ഈ മൈക്ക് പിടിക്കാൻ അവസരമുണ്ട്. ഒന്ന് പിടിച്ചാട്ടെ, എനിക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ നിവേദിത സുബ്രഹ്മണ്യം BJP സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിക്കാം. ലക്കി ബി ഹിയർ. ഓക്കെ, അപ്പോൾ സന്തോഷം വന്നതിൽ. വലിയ തിരക്കുണ്ട് എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് പ്രചരണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ VT രമ നിന്നപ്പോൾ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ പിടിച്ചു. അപ്പോൾ ഈ മണ്ഡലത്തിൽ വോട്ടുണ്ട് BJPക്ക്. സാധാരണ പുറത്ത് നോക്കുമ്പോൾ അതൊരു UDFിൻ്റെ കോട്ടയാണ്, ലീഗിൻ്റെ കോട്ടയാണെന്നൊക്കെ പറഞ്ഞാലും ഇവിടെയും BJP വോട്ടുകൾ ഇളക്കിയാൽ ഇളകി വരാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും BJP വോട്ട് എന്നല്ല, വികസനത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ആണ്. അപ്പം മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ നിവേദിതയുടെയും ഗ്യാരണ്ടി മണ്ഡലത്തിൽ. എന്താണ് വോട്ടർമാരോട് നമ്മൾ ആദ്യം പറയുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിജയിപ്പിക്കണം? കാരണം മറുഭാഗത്ത് വലിയ ശക്തമായ മോദി വിരുദ്ധ ക്യാമ്പയിനുള്ള മുന്നണിയാണ്. അല്ല, ഇതില് കഴിഞ്ഞ 10 വർഷവും നരേന്ദ്രമോദി സർക്കാർ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് എന്നീ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഒപ്പം വികസനം, നമുക്കറിയാം വികസനം എത്തിക്കുവാൻ നമ്മുടെ എല്ലാം പ്രവർത്തനം എത്രത്തോളം ഈ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ ജനങ്ങളോട് നമ്മൾ തുറന്നു പറയുന്നത് മോദിയുടെ വികസനത്തിന് ഒരു വോട്ട് നൽകുമെന്നാണ്. ആയിരിക്കട്ടെ. ചായ കുടിച്ചായിരുന്നോ രാവിലെ? ചായ കുടിച്ചിട്ടില്ല. ചായ കുടിച്ചില്ല. അപ്പൊ ഒരു ചായ ആവാം. അപ്പൊ നമുക്ക് 2 ചായ. ഭയ്യ 2 ടീ. ഓക്കെ. അപ്പോ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വരുന്നത് ആദ്യമായിട്ടല്ലല്ലോ? അല്ല, ഞാൻ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ആദ്യമായിട്ട്. പക്ഷെ അസംബ്ലി പോലെയല്ല, പാർലമെന്റ് ഒരുപാട് സ്ഥലത്ത് ഓടി എത്തണം ഈ ചൂടത്ത്. അതെ. അപ്പൊ എങ്ങനെയുണ്ട് ഈ 2ാം ഘട്ട പ്രചരണം വരുന്ന സമയത്ത്? അല്ല, നല്ല തിരക്കുകളാണ്. അതിൻ്റെതായ ചായ് പേ ചർച്ച. ഓക്കെ. അത് മോദിയുടെ ഒരു പരിപാടി കൂടിയാണ്. നല്ല ക്യാമ്പയിൻ ആയിരുന്നു അത്. മാത്രമല്ല സാധാരണ ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള മോദിയുടെ ഏറ്റവും മികച്ച മെക്കാനിസങ്ങൾ ഒന്നായിരുന്നു ചായ് പേ ചർച്ച. പിന്നീട് അദ്ദേഹം മൻ കി ബാത്ത്. ഇത് രണ്ടും ഇന്ത്യയിൽ തന്നെ നേതാക്കന്മാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ക്യാമ്പയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രചരണം അതിൻ്റെ അവസാന ഗിയറിലേക്ക് പോയി. എങ്ങനെയാണ് ഒരു മൊത്തത്തിലുള്ള റെസ്പോൺസ്? നോക്കൂ, ഇവിടെ കാലങ്ങളായിട്ട് കുത്തകയായിട്ട് ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചപ്പോൾ ഇവിടുന്ന് ഒരു കാര്യമാൻ തന്നെയായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്കറിയാം വികസനം ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാർലമെന്റിലേക്ക് ഒരാളെ അയക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഏത്തരത്തിലുള്ളവരായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ സംഭാവന ചെയ്യാനുള്ള ആളുകളാണോ അത് എന്നുള്ള ഒരു ചിന്ത അവർക്കെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം MP ഫണ്ടൊക്കെ എത്ര ഉപയോഗിക്കുന്നു, എത്ര ലാപ്സായി എന്നൊക്കെയുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ സുതാര്യമായിട്ട് തന്നെ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ വിവരമുള്ളവർ അതിനനുസരിച്ച് അതെല്ലാം പരിശോധിച്ച് ആളുകളെ എല്ലാം വേർതിരിച്ച് അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നിവേദിതയെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിവേദിത എന്തായിരിക്കും പൊന്നാനി മണ്ഡലത്തിന് കൊടുക്കുക തിരിച്ച്? പൊന്നാനി മണ്ഡലത്തിലെ ഓരോ പൗരന്റെയും സംരക്ഷണവും അതുപോലെ തന്നെ ഉയർച്ചയും നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ളത് പ്രധാനപ്പെട്ട 3 Pകളാണ്: പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. ആ 3 Pകളും 4ാമത്തെ P ഉണ്ട്, പീസ് ഓഫ് മൈൻഡ്. പീസ് ഓഫ് മൈൻഡ്, ഡെഫിനറ്റ്ലി. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്യാവശ്യം ഈ 3 കാര്യങ്ങളും കിട്ടുമ്പോൾ, കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് പീസ് ഓഫ് മൈൻഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാകുമ്പോഴാണ് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം തിരക്കുള്ള റോഡുകളിൽ വണ്ടി ഓടിക്കുന്നവര് അവര് ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 3 മണിക്കൂർ കിടക്കുമ്പോൾ അവിടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുന്നില്ല. അവർക്കെല്ലാം ഉണ്ടെങ്കിലും ഒരു സമയം അവന്റെ മൈൻഡ് അപ്സെറ്റ് ആവുന്നുണ്ട്. വികസനം ഇല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് കിട്ടില്ല. അത് കിട്ടില്ല. അതേപോലെ തന്നെ പ്രൊവിഷൻ, അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു ജനക്ഷേമ പദ്ധതികളിലൂടെ എത്തിക്കേണ്ട പ്രൊവിഷൻസ് അവരിൽ എത്തുന്നില്ലെങ്കിൽ അതും അവരുടെ മാനസിക നിലയെ ബാധിക്കും. കിടക്കുന്ന ഒഴിഞ്ഞ റാക്കുകൾ കാണുമ്പോൾ ആ പീസ് ഓഫ് മൈൻഡ് പോവും.
അപ്പോൾ നമ്മൾ ഉറപ്പാക്കാൻ പോകുന്നത് ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള കരങ്ങളിലേക്ക്, അങ്ങനെ തന്നെ പറയാം, അർഹമായിട്ടുള്ള കരങ്ങളിലേക്ക് അർഹമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും കൃത്യമായിട്ട് എത്തിക്കുവാൻ ഞങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവിക വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പലതരം പ്രചരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ, മണിപ്പൂരെ പോലെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ചയാവും. മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ ഇരുമുന്നണികളും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുകയാണ് വരുന്നത്? നോക്കൂ, ഏത് വിഷയമായാലും അതിനെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുവാൻ BJPക്ക് ആവുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ഓരോ ബില്ലുകൾ, ഇപ്പോൾ CAA കുറിച്ചായാലും നമ്മൾ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ ബില്ല് എന്നുള്ളത്. ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കും. അതൊരു ഇൻക്ലൂസീവ് ആക്ട് കൂടിയാണ്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നു എന്നല്ലാതെ നിലവിലെ നിയമങ്ങളിൽ യാതൊരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മണിപ്പൂർ വിഷയം, അതിനെ സംബന്ധിച്ചും ഇപ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ മാതിരി, അരുണൊക്കെ പറയുന്ന മാതിരി തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇത് നമ്മുടെ നയം, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എത്തരത്തിലാണ് ഒരു വിവേചനവും ഇല്ലാതെ വികസനം എത്തിച്ചത്, അത് കാണിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് പൊന്നാനി മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ, വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ, ഇപ്പം ആസാദ് സ്കോളർഷിപ്പ് റദ്ദ് ചെയ്തു, അത് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഒഴിവാക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഈ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടോ? നോക്കൂ, ആസാദ് സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ഫേക്ക് ആയിട്ടുള്ള ID ഉപയോഗിച്ചാൽ, ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക്, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് കുട്ടികളില്ലാതെ തന്നെ കുട്ടികളുണ്ട് എന്ന് കാണിച്ചു ആ തുക തട്ടിയെടുത്തതിലാണ് തടഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അത്തരത്തിൽ കള്ളത്തരമില്ലാതെ കൃത്യമായിട്ട് എത്തേണ്ടവർക്ക് ഗുണങ്ങൾ എത്തിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതായത് അത് നമ്മൾ തൊഴിലുറപ്പിന്റെ കൂലിയുടെ കാര്യത്തിലായാലും നമ്മൾ കണ്ടതാണ്. ഫേക്കായിട്ട് ഒരുപാട് ആളുകൾ കടന്നുകൂടുന്നുണ്ട്. അതന്നെ. അപ്പോ നമുക്ക് ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിലെ പണമല്ലേ പോകുന്നത്, അത് പാവപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ നിലപാട്. അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ, ഒരു തരത്തിലും ഒരു ഗുണപരമായിട്ടുള്ള ഒരു കാര്യവും ജനങ്ങൾക്ക് ചെയ്യാതെ പൈസ തട്ടിയെടുക്കുക എന്നുള്ള നയമല്ല നമ്മുടേത്. അർഹമായിട്ടുള്ളവരിലേക്ക് അർഹമായ തുക എത്തിക്കുക, അതിലൊരു നയാ പൈസ കുറയരുത്. അത് വിശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ട് വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അല്ല, നമ്മളോട് ചോദിക്കുന്നവരോട്, നമ്മൾ കാണുന്നവരോട്, BJPയുടെ പ്രസ്ഥാനത്തിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നവരോട് കൃത്യമായിട്ട് തന്നെ ഇത്തരം കണക്കുകൾ ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരിലൊരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. കാരണം അവർ ഇപ്പോൾ 10 വർഷമായിട്ട് മോദി സർക്കാരിന്റെ ഭരണം എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ CAA സമരം പല തവണ ഇവിടെ നിന്നൊക്കെ നടന്ന് വലിയ അതിഗംഭീരമായിട്ടുള്ള സമരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ നടക്കുകയുണ്ടായി. ശരിയാണ്. കാരണം അന്ന് അവരെ വിശ്വസിപ്പിച്ചത് ഇവർക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. അത് അവരങ്ങനെ തന്നെ ചിന്തിച്ചത് ശരിയാണ്. പക്ഷെ പിൽക്കാലത്ത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ സംവദിച്ചവർ പലർക്കും ശരിയാണ്. പലരുടെയും മനസ്സിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ, ഇപ്പോൾ നിലവിൽ പൗരത്വം ലഭിച്ച മലപ്പുറത്തിലെ ശ്രീലങ്കയിൽ നിന്ന് വന്ന ലേഡി മുസ്ലിം വനിതയാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ ഉണ്ടല്ലോ, മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. അത് സാധാരണ വീട്ടമ്മമാരെ കാണുന്ന സമയത്ത്, ഇപ്പൊ ഗ്യാസിന്റെ കാര്യമാണെങ്കിൽ ഉജ്ജ്വൽ ഗ്യാസ് ആണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം. പക്ഷേ ഉജ്ജ്വൽ ഗ്യാസിന്റെ ആദ്യഘട്ടം കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി ഇല്ലാതെ 1000 രൂപ ഏകദേശം മുടക്കി വേണം ഗ്യാസ് വാങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് വോട്ടർമാർക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തുടർച്ചയായി പറയുന്നു പെട്രോളിന്റെ വില, ഡീസലിന്റെ വില കൂടി, ചെലവുകൾ ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ NSSO തന്നെ പറയുന്നു. അപ്പോൾ ഈ ഇരട്ടിയായി ചെലവ് വർദ്ധിച്ചത് സർക്കാരിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാവുമോ? നോക്കൂ, ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്യാസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 300 രൂപയുടെ സബ്സിഡി പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജനയുടെ 10 കോടി അമ്മമാർക്ക് അതുവരെയും വിറകടുപ്പ് ഉപയോഗിച്ചവരാണ്. അവർക്ക് ഇപ്പോ സിലിണ്ടർ കിട്ടി തുടങ്ങി. ഇന്ന് മാത്രമല്ല, സാധാരണക്കാരായ സ്ത്രീകൾ പണ്ടൊക്കെ ഒരു ഗ്യാസ് സിലിണ്ടർ തീർന്നാല് അടുത്തത് വരണ വരെ മണ്ണെണ്ണയ്ക്കായിട്ട് നെട്ടോട്ടം ഓടിയിരുന്നു. 2-3 മാസമൊക്കെ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അവർ ഓടിയിരുന്ന ഓട്ടം വെച്ച് നോക്കുമ്പോൾ അവരിപ്പോൾ പറയുന്നത്, ഇപ്പൊ കൃത്യമായിട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന പോലെ
നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സാധനം വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു മാറ്റമാണ്. അതായത് ചെലവുകളിൽ സബ്സിഡി ഇല്ലാതാക്കിയത് തിരിച്ചടിയാവുമെന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നവർ, കാരണം ഇതുകൊണ്ടുണ്ടായിട്ടുള്ള അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ ഉപരിയായിട്ട്, അതായത് ഇപ്പോൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വർധന എന്നുള്ളതിൽ നിന്ന് നമ്മൾ രാജ്യത്തിന്റെ കാര്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ സാധാരണക്കാർക്കുണ്ടായിട്ടുള്ള, ഈവൻ അവർക്ക് പോലും ഉണ്ടായിട്ടുള്ള 6000 രൂപയുടെ PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ 5000 രൂപയുടെ നമ്മുടെ മാതൃവന്ദന യോജന, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു കുടുംബിനിക്ക് ശരിക്കും പറഞ്ഞ 8,34,000 രൂപയുടെ ഒരു പരിരക്ഷ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടാവാം. അവിടെ ആർക്കെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ പരിരക്ഷ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഒരു എമൗണ്ടിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇത് അവരെ സംബന്ധിച്ച് കൂടുതൽ സൗകര്യവും സുതാര്യതയും ഈ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതിലുമുണ്ട്. പിന്നെ